ഇന്ന് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചർച്ചാ വിഷയമാണ് ഓണവും ക്രിസ്തുമസും പെരുന്നാളുകളും വരുമ്പോൾ അത് നമ്മൾ ആഘോഷിക്കരുത്, അത് ആഘോഷിച്ചാൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുള്ള ചർച്ചകൾ ഇന്ന് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ഓണം നിങ്ങൾ ആഘോഷിക്കരുത്, ക്രിസ്മസ് നിങ്ങൾ ആഘോഷിക്കരുത്, പെരുന്നാളുകൾ നിങ്ങൾ ആഘോഷിക്കരുത് എന്നൊക്കെ പറഞ്ഞുള്ള ഒത്തിരി സംഭാഷണങ്ങളും ചർച്ചകളും ഇന്ന് നമ്മുടെ ഇടയിൽ ഓരോ ദിനം കഴിയും തോറും അത് കൂടിക്കൂടി വരികയാണ്. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോഴും ഒരു പ്രളയം ഉണ്ടായപ്പോഴും അതുപോലെ മഹാമാരിയായ കോവിഡ് വന്നപ്പോഴും ആരും ഇങ്ങനെ ഒരു ചർച്ച ചെയ്യുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. കോവിഡ് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ആർക്കും അന്ന് മതമില്ലാതിരുന്നത്? എന്തുകൊണ്ട് പ്രളയം വന്നപ്പോൾ, അല്ലെങ്കിൽ അതുപോലെ മഹാമാരികൾ നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ എന്തുകൊണ്ട് അന്ന് ആളുകൾ ആരും മതം പറഞ്ഞില്ല, ജാതി പറഞ്ഞില്ല, വർഗവും വർണ്ണവും നോക്കി ആരെയും വിവേചിച്ച് വേർതിരിച്ച് നിർത്തിയില്ല? ഇതൊന്നും വരുമ്പോൾ ആരും മതത്തെക്കുറിച്ചോ വർഗത്തെക്കുറിച്ചോ വർണ്ണത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ സംസാരിക്കുന്നത് നമ്മൾ എങ്ങും കേൾക്കാറില്ല. ഇതൊന്നും ഇല്ലാതിരിക്കുന്ന സുഭിക്ഷമായി മനുഷ്യൻ കഴിയുന്ന കാലഘട്ടം. ഈ കാലഘട്ടങ്ങളിലാണ് പലരും ജാതിയും മതവും വർഗവും വർണ്ണവും ഒക്കെ പറയുകയും മനുഷ്യനെ തമ്മിൽ വേർതിരിച്ച് നിർത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആരാണ് ഓടിയെത്തുന്നത്? കോവിഡ് സമയത്ത് നമ്മളെ സഹായിച്ചതൊക്കെ ആരാണ്? അതുപോലെ മറ്റ് വ്യാധികൾ കടന്നു വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഓടിയെത്തുന്നത് ആരാണ്? അന്ന് നമ്മൾ ആരെങ്കിലും മതവും ജാതിയും വർഗവും വർണ്ണവും നോക്കാറുണ്ടോ? അന്നൊന്നുമില്ലാത്ത ഈ ജാതി മതം വർഗവർണ്ണം എവിടുന്നാണ് ഈ ഓണവും ക്രിസ്മസും പെരുന്നാളുകളും വരുമ്പോൾ നമുക്കുണ്ടാകുന്നത്? നമ്മൾ റോഡിൽ ഒരു അപകടം പറ്റി കടന്നാൽ നമ്മളെ രക്ഷിക്കുന്നത് ആരാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നത് ആരായിരിക്കും? നമ്മൾ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ മതത്തിൽപ്പെട്ട വ്യക്തിയാണോ ആ സമയത്ത് നമ്മളെ രക്ഷിക്കുന്നത്? ഇനിയും നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായി കഴിഞ്ഞാൽ ആ സമയം നമുക്ക് ബ്ലഡ് വേണമെങ്കിൽ ബ്ലഡ് ബാങ്കിൽ നിന്ന് പലപ്പോഴും നമ്മൾ ബ്ലഡ് എടുക്കാറില്ലേ? ആ ബ്ലഡ് ആരുടെയാണ്? ആ സമയങ്ങളിൽ എന്തുകൊണ്ടാണ് നമ്മൾ മതം നോക്കാത്തത്? അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മതത്തിൽപ്പെട്ട ആളിൻ്റെ ബ്ലഡ് മതി എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ആ സമയങ്ങളിൽ പറയാതിരിക്കുന്നത്? ഇതൊന്നും ഇല്ലാതിരിക്കുന്ന സുഭിക്ഷവും സമൃദ്ധിയിലും കഴിയുന്ന സമയങ്ങളിലല്ലേ പലപ്പോഴും നമ്മൾ ജാതിയെയും മതത്തെയും കുറിച്ച് ചിന്തിക്കാറുള്ളത്? ഇനി നമ്മൾ പലപ്പോഴും ICUവിലൊക്കെ കിടക്കുന്ന സമയം ശ്വാസത്തിന് വേണ്ടി കിടന്ന് നിലവിളിക്കുമ്പോൾ നമുക്ക് ജാതിയില്ല, നമുക്ക് മതമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഒന്ന് മാത്രമാണ്, ശ്വസിക്കണം. നമുക്കൊന്ന് ശ്വസിച്ചാൽ മാത്രം മതിയെന്നുള്ള ഒരു ചിന്ത മാത്രമാണ് നമുക്കുള്ളത്. ആ സമയങ്ങളിൽ നമുക്കൊരു ജാതിയുമില്ല, ഒരു മതവുമില്ല, ഒരു വർഗവുമില്ല, ഒരു വർണ്ണവുമില്ല. നമ്മൾ നോക്കുക, നമ്മൾ ഏതെങ്കിലും ആപത്തിലോ അനർത്ഥങ്ങളിലോ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് പെടുമ്പോൾ നമ്മളെ ചികിത്സിക്കുന്നത് ആരാണ്? നമ്മളെ വെച്ച് കെട്ടുന്നത് ആരാണ്? നമുക്ക് ബെഡ് വിരിച്ചു തരുന്നത് ആരാണ്? നമ്മുടെ ദേഹം തുടപ്പിക്കുന്നത് ആരാണ്? അല്ലെ നമ്മളെ ക്ലീൻ ചെയ്യുന്നത് ആരാണ്? അവിടെയും നമുക്ക് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. അപ്പോൾ എപ്പോഴാണ് ഇതൊക്കെ മനുഷ്യനിൽ വന്നു ചേരുന്നത്? അവൻ സുഭിക്ഷതയിൽ കഴിയുന്ന കാലഘട്ടം. സ്നേഹമുള്ളവരെ, പണ്ട് കാലങ്ങളിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? ഓണം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു, ക്രിസ്മസ് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു, പെരുന്നാളുകൾ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. എത്ര സുന്ദരമായ ഒരു കാലം, എത്ര സമ്പൽ സമൃദ്ധിയുടെ ഒരു കാലം. അന്യോന്യം സ്നേഹിച്ചും പങ്കുവെച്ചും കൊടുത്തും മേടിച്ചും ഉണ്ടാക്കിയും കൊണ്ടുകൊടുത്തും നമ്മൾ പങ്കുവെച്ചിരുന്ന ഒരു കാലഘട്ടമില്ലേ? അതിർ വരമ്പുകൾ ഇല്ലാതിരുന്ന കാലഘട്ടം, മതിലുകൾ ഇല്ലാതിരുന്ന കാലഘട്ടം. നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ അടുത്തുള്ള വീട്ടിൽ ഏതു മതക്കാരാണെങ്കിലും അവർ നമ്മുടെ വീട്ടിൽ ഓടിയെത്തും. അന്ന് അവരുടെ വീട്ടിൽ എന്തുണ്ടോ അത് നമുക്ക് കൊണ്ടുതരും. അതുപോലെ അപ്പുറത്തെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിൽ എന്തുണ്ടാക്കിയോ അത് നമ്മൾ അവിടെ പെട്ടെന്ന് കൊണ്ട് കൊടുക്കും.
അന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ എൻ്റെ അടുത്ത് താമസിക്കുന്നത് ഹിന്ദുവാണോ, മുസൽമാനാണോ, ക്രിസ്ത്യാനിയാണോ എന്ന്? ഇല്ല. അന്ന് നമുക്കില്ലാത്തത് ഇന്ന് എങ്ങനെ പൊങ്ങി വരുന്നു? ചിന്തിക്കുക സ്നേഹമുള്ളവരെ. അന്ന് എത്രയോ ഒരുമയോടുകൂടി സ്നേഹത്തോടുകൂടി നമ്മളെല്ലാം പങ്കുവെച്ച് കഴിഞ്ഞിരുന്നവരല്ലേ? പണ്ട് കാലങ്ങളിൽ വേലികളില്ലാതിരുന്ന സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ഓടി നടന്ന് സന്തോഷം പങ്കുവെച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടെന്ന് നാം മറന്നു പോകാതിരിക്കുക. ഈ സമയങ്ങളിൽ ഞാൻ ക്രിസ്തു പറഞ്ഞ ഒരു വാക്യം ഓർക്കുകയാണ്. നിന്നെ പോലെ നീ മറ്റുള്ളവരെ സ്നേഹിക്കുക. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ക്രിസ്തു നമ്മളോട് പറഞ്ഞതും പഠിപ്പിച്ചതും നമ്മെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് മറ്റു മതഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളെപ്പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന്. മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെയും ജീവിതം സന്തോഷമുള്ളതായി തീരുന്നത്. എവിടെ നിന്ന് പൊങ്ങി വന്നു നമ്മൾ ഓണം ആഘോഷിക്കരുത്? എവിടെ നിന്ന് പൊങ്ങി വന്നു നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കരുത്? എവിടെ നിന്ന് പൊങ്ങി വന്നു നമ്മൾ പെരുന്നാളുകൾ ആഘോഷിക്കരുത്? ഇതെല്ലാം മനുഷ്യൻ അവൻ്റെ സാഹചര്യങ്ങൾ നോക്കി മനുഷ്യനെ തമ്മിലടിപ്പിക്കുവാനും മനുഷ്യൻ്റെ സ്നേഹം ഇല്ലാതാക്കുവാനും വേണ്ടി ഇന്ന് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഐക്യത്തോടെ സ്നേഹത്തോടെ ആഘോഷങ്ങൾ വരുമ്പോൾ അതിൽ ഒരുമിച്ച് പങ്കുചേർന്ന് സന്തോഷം പങ്കുവെക്കുക. അതിനപ്പുറത്തോട്ട് ഒന്നും ഇതിൽ നമ്മൾ കാണേണ്ടതില്ല. ഓണം നമ്മൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പെരുന്നാൾ നമ്മൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞു ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഇത് എല്ലാം ഉണ്ടാക്കി തീർക്കുന്നത് ചില മനുഷ്യരുടെ കൂർമ്മ ബുദ്ധിയും ചില മനുഷ്യനെ തമ്മിൽ അകറ്റാനുള്ള ബുദ്ധിയുമാണ്. പണ്ട് കാലങ്ങളിൽ ജീവിച്ചിരുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 40, 50, 60 വയസ്സ് പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്കറിയാം പണ്ട് കാലങ്ങളിൽ ആരും ചിന്തിച്ചിരുന്നില്ല എൻ്റെ അടുത്ത് താമസിക്കുന്നത് ഹിന്ദുവാണോ, ക്രിസ്ത്യാനിയാണോ, മുസൽമാനാണോ എന്ന്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ അടുത്ത് എന്ത് ആഘോഷമുണ്ടോ ആ ആഘോഷങ്ങളിൽ നമ്മളെല്ലാം സ്നേഹം പങ്കുവെച്ചും ഉള്ളത് പങ്കുവെച്ചും അവിടുന്ന് ഇങ്ങോട്ട് മേടിച്ചും ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തും എത്ര സന്തോഷമായി നമ്മൾ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് വേലികൾ തീർത്തു, വേലികൾ മതിലുകളായി, മതിലുകൾ മതങ്ങളിലേക്ക് പടർന്നു. ഇന്ന് മനുഷ്യൻ തമ്മിൽ വേർതിട്ട് ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും പെരുന്നാളിൻ്റെയും പേരിൽ തമ്മിൽ അകറ്റി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെല്ലാം കൊണ്ടെത്തിക്കുകയാണ്. വീണ്ടും ക്രിസ്തു പറഞ്ഞ ആ വാക്യം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുക. നിന്നെ പോലെ നീ മറ്റുള്ളവരെ സ്നേഹിക്കുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അവിടെ ഒരിക്കലും ക്രിസ്തു പറഞ്ഞില്ല നീ ഇന്ന ആളിനെ സ്നേഹിക്കണമെന്നും ഇന്ന ആളിനെ ചേർത്ത് പിടിക്കണമെന്നും. മറ്റു മതഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഓണമോ ക്രിസ്മസോ പെരുന്നാളോ കടന്നു വരുമ്പോൾ തലപൊക്കി വരേണ്ടതല്ല നമ്മുടെ മതവികാരങ്ങൾ. എപ്പോഴും മനുഷ്യൻ ഒന്നായി കാണണമെന്ന് എല്ലാ മഹാത്മാക്കളും നമ്മളെ പഠിപ്പിക്കുന്നു. അവരതിനു വേണ്ടിയാണ് മതഗ്രന്ഥങ്ങൾ എഴുതി വെച്ച് നമ്മളെ അത് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കും ഒരുമിച്ച് സ്നേഹത്തോടെ മതസൗഹാർദ്ദത്തോടെ എല്ലാത്തിലും പങ്കുകൊണ്ട് ഒരുമിച്ച് സ്നേഹിക്കാം. അതാണ് എല്ലാ ദൈവങ്ങളും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്നേഹത്തിൽ കൂടുതൽ ഒരു ദൈവവും ഒരു മനുഷ്യനിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി പോകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.